നമസ്കാരം. ITR-1 എങ്ങനെയാണ് ഫയൽ ചെയ്യുന്നത് എന്ന വിഷയത്തെപ്പറ്റി വർക്കിംഗ് ക്ലാസ് പോസ്റ്റ് ചെയ്ത കഴിഞ്ഞ വീഡിയോ കണ്ടവരിൽ ചിലർ എങ്ങനെയാണ് ITR പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നത് എന്നതിനെപ്പറ്റി ഒരു പുതിയ വീഡിയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിന് കാരണം ITR പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിനെപ്പറ്റി വർക്കിംഗ് ക്ലാസ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പഴയ വീഡിയോ കണ്ട് അവർ രജിസ്റ്റർ ചെയ്യാൻ നോക്കി. പക്ഷേ അവർക്ക് ആ പോർട്ടലിൽ ആവശ്യപ്പെടുന്ന പാൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ നോക്കിയപ്പോൾ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അതുപോലെ തന്നെ മിഡിൽ നെയിം ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ആ വീഡിയോയിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിരുന്നു. എന്നാൽ ആ ലിങ്ക് ഇപ്പോൾ ആക്റ്റീവ് അല്ല, അത് എക്സ്പയർ ആയിരിക്കുകയാണ്. അതുകൊണ്ട് പലർക്കും ഈ ലാസ്റ്റ് നെയിമും മിഡിൽ നെയിമും ഫസ്റ്റ് നെയിമും ആ സൈറ്റ് നോക്കി കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു പരാതി വന്നു. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നമ്മുടെ ഫസ്റ്റ് നെയിമും മിഡിൽ നെയിമും ലാസ്റ്റ് നെയിമും കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു പുതിയ ലിങ്ക് കൂടി ഉൾപ്പെടുത്തിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ITR പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഒപ്പം തന്നെ ആ പുതിയ ലിങ്കും നമുക്ക് പരിചയപ്പെടാം. വർക്കിംഗ് ക്ലാസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യം ഇൻകം ടാക്സ് പോർട്ടലിലേക്ക് കയറാൻ പോവുകയാണ്. അതിനുവേണ്ടി www.incometax.gov.in എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലൊരു പേജിലെത്തി ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. ഇതാണ് ITR പോർട്ടലിൻ്റെ ഹോം പേജ്. ഇവിടെ നമുക്ക് ലോഗിനുണ്ട്, രജിസ്റ്ററുമുണ്ട്. നമുക്ക് പാസ്വേഡും യൂസർ നെയിമും ഉണ്ടെങ്കിൽ നമുക്കിവിടെ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യാൻ കഴിയും. എന്നാൽ എനിക്കിവിടെ രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത്. ഞാൻ അതുകൊണ്ട് രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ടാക്സ് പെയർ ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. അത് ഓട്ടോമാറ്റിക്കായി അവിടെ സെലക്ഷൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ പാൻ നമ്പർ എൻ്റർ ചെയ്യുകയാണ്. പാൻ നമ്പർ എൻ്റർ ചെയ്തു. അതിനുശേഷം നമ്മൾ വാലിഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ പറയുന്നു സക്സസ് പാൻ വാലിഡേഷൻ സക്സസ്ഫുള്ളി. അതായത് ഈ രീതിയിലൊരു പാൻ നിലവിലുണ്ട് എന്നാണ് അത് അർത്ഥമാക്കുന്നത്. ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന പാൻ നമ്പർ തെറ്റായിരിക്കും. തെറ്റ് മീൻസ് നമ്മുടെ തന്നെ ആവണമെന്നില്ല, വേറെ ആരുടെയെങ്കിലും പാൻ നമ്പർ കൊടുത്താലും വാലിഡേഷൻ ആവും. പക്ഷേ നിലവിലില്ലാത്ത ഒരു പാൻ നമ്പർ ആണെങ്കിൽ ഈ പാൻ നമ്പറിൽ ചില പ്രത്യേകതകളുണ്ട്. ഇതിൽ നാലാമത് കിടക്കുന്നത് P ആണ്. നിങ്ങളെല്ലാവരും നോക്കുക, നിങ്ങളുടെ എല്ലാവരുടെയും നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് എടുത്തുള്ള പാൻ നമ്പർ ആണെങ്കിൽ അതിൻ്റെ നാലാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് P ആയിരിക്കും. അത് പേഴ്സണലാണ്. അപ്പോൾ പേഴ്സണലായിട്ടുള്ള ഒരു പാൻ നമ്പറിന് P ആയിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ അതെന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ ഈ പാൻ ഒരിക്കലും വാലിഡ് ആയിട്ടുള്ള ഒരു പാൻ അല്ല എന്ന് മനസ്സിലാക്കുകയും അങ്ങനെയാണ് അത് വാലിഡേഷൻ ആകാതിരിക്കുകയും ചെയ്യുന്നത്. ഇവിടെ നിലവിലുള്ള ഒരു പാൻ നമ്പർ ആയതുകൊണ്ട് ഇത് നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഇനി പ്ലീസ് കൺഫേം ഇഫ് യു വാണ്ട് ടു രജിസ്റ്റർ ആസ് ഇൻഡിവിജ്വൽ ടാക്സ് പെയർ. യെസ് കൊടുക്കുന്നു. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. I agree to validate my details with UIDAI database. അതായത് നമ്മളിപ്പോൾ നമ്മുടെ ആധാർ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള പാൻ നമ്പറാണ് ഇത്. അതുകൊണ്ട് നമ്മൾ അത് വാലിഡേറ്റ് ചെയ്യാനായിട്ട് എഗ്രി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു OTP വരും. അപ്പോൾ നമ്മളിത് I agree എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. യെസ് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു OTP വന്നിരിക്കുകയാണ്. ആ OTP ഞാനിവിടെ എൻ്റർ ചെയ്യാൻ പോകുന്നു. അപ്പോൾ OTP എൻ്റർ ചെയ്തു. ഇനി നമ്മൾ വാലിഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഈ പേജിലാണ് നമ്മൾ നമ്മുടെ ലാസ്റ്റ് നെയിം, മിഡിൽ നെയിം, ഫസ്റ്റ് നെയിം ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ പറയുന്നു ഇഫ് യു ഹാവ് എ സിംഗിൾ നെയിം ദെൻ യു ക്യാൻ എൻ്റർ ഓൺലി ലാസ്റ്റ് നെയിം ഫീൽഡ്. അപ്പോൾ ഈ ലാസ്റ്റ് നെയിം നിങ്ങളുടെ പാൻ കാർഡ് നോക്കുക, അതിൽ ഒറ്റ പേരേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ പേര് രാജേഷ് കൃഷ്ണൻ എന്നാണെങ്കിലും നിങ്ങളുടെ പാൻ കാർഡിലുള്ളത് വെറും രാജേഷ് എന്ന് മാത്രമാണെങ്കിൽ മറ്റൊന്നും എൻ്റർ ചെയ്യാൻ നിൽക്കേണ്ട. ഈ ലാസ്റ്റ് നെയിം മാത്രം എൻ്റർ ചെയ്താൽ മതി. നമുക്ക് തോന്നുന്നു നമ്മുടെ ഫസ്റ്റ് നെയിം അല്ലേ അതെന്ന്. എന്നാൽ ഒറ്റ പേരേ ഉള്ളൂ എങ്കിൽ അത് നമ്മുടെ ലാസ്റ്റ് നെയിമായിട്ട് എൻ്റർ ചെയ്താൽ മതിയാകും. എന്തായാലും ലാസ്റ്റ് നെയിം ഇവിടെ മാൻഡേറ്ററി ആണ്. മിഡിൽ നെയിമും ഫസ്റ്റ് നെയിമും കൂടി എഴുതുക. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ലാസ്റ്റ് നെയിം നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ പലപ്പോഴും കിട്ടാതെ വരുന്നത് നമ്മൾ പാൻ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മിഡിൽ നെയിം ആയിരിക്കണമെന്നില്ല. പാൻ കാർഡിൽ പ്രിൻ്റ് ചെയ്ത് വരുന്ന, അതായത് നെയിം ഓൺ പാൻ കാർഡ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ഒരു വിളിപ്പേരായിരിക്കാം, നമ്മുടെ പേരിൻ്റെ ആദ്യത്തെ പാർട്ടായിരിക്കാം. അതുകൊണ്ട് അതല്ല നമ്മുടെ ലാസ്റ്റ് നെയിമും മിഡിൽ നെയിമും ഫസ്റ്റ് നെയിം. ഇപ്പോൾ രാജേഷ് കൃഷ്ണൻ RS എന്നാണ് നിങ്ങളുടെ മുഴുവൻ പേരെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ഈ RS എന്ന് പറയുന്നതായിരിക്കും ലാസ്റ്റ് നെയിം എന്ന്. പക്ഷേ അതായിരിക്കണമെന്നില്ല. നിങ്ങൾ പാൻ നമ്പറിന് അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും മിഡിൽ നെയിം. അതുകൊണ്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മളൊരു ലിങ്ക് ഞാനിവിടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതുപോലെ ഇ-പേ ടാക്സിൻ്റെ കണ്ടില്ലേ, ഇ-പേ ടാക്സിൻ്റെ പേജിലേക്കാണ് പോയിരിക്കുന്നത്. നമ്മളിവിടെ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ലിങ്ക് ഏതാണെന്ന് ഞാൻ താഴെ
ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അത് ആണ് നിങ്ങളെടുത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ടത്. കണ്ടിന്യൂ ചെയ്യുന്നു. ഇവിടെ നിങ്ങളുടെ പാൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ ഇ പേ ടാക്സ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ടാക്സ് ഇ പേ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള വ്യാജേനയാണ് നമ്മൾ ഈ സൈറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. എന്തിനാണ്? നമ്മുടെ പാൻ കാർഡിലെ മിഡിൽ നെയിമും ലാസ്റ്റ് നെയിമും ഫസ്റ്റ് നെയിമും കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പാൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. അത് ഒന്നുകൂടി കൺഫേം ചെയ്യുക. ഒരു പ്രാവശ്യം കൂടി നമ്മളത് എൻ്റർ ചെയ്യുകയാണ്. ഇനി നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുകയാണ്. ആ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തു. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്കുക, പാൻ നമ്പർ വന്നിട്ടുണ്ട്. നമ്മുടെ പേരിൻ്റെ ഒരു എലാബറേറ്റഡ് ഫോം ഇവിടെ കാണാം നമുക്ക്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാം, ഇതാണ് നമ്മുടെ ഫസ്റ്റ് നെയിം. നമ്മുടെ പേരിൻ്റെ ആദ്യ അക്ഷരവും അവസാന അക്ഷരവും ഇവിടെ ഉണ്ട്. ഇടയ്ക്കുള്ളത് നമുക്കറിയാമായിരിക്കുമല്ലോ. ഇതാണ് നമ്മുടെ സെക്കൻഡ് നെയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിഡിൽ നെയിം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമ്മുടെ ലാസ്റ്റ് നെയിമാണ് ഈ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് നെയിമിൻ്റെ ആദ്യ അക്ഷരവും അവസാന അക്ഷരമുണ്ട്, മിഡിൽ നെയിമിൻ്റെ ആദ്യ അക്ഷരവും അവസാന അക്ഷരമുണ്ട്, അതുപോലെ തന്നെ ലാസ്റ്റ് നെയിമിൻ്റെ ആദ്യ അക്ഷരവും അവസാന അക്ഷരവും ഉണ്ട്. ഇവിടെ ഒരു കാര്യം കൂടി നമ്മുടെ മനസ്സിൽ ഓർമ്മയിരിക്കട്ടെ, നമ്മുടെ പാൻ നമ്പറിലെ 5ാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് നമ്മുടെ സർനെയിമിൻ്റെ ആദ്യ അക്ഷരമായിരിക്കും. അപ്പോൾ അത് നമ്മുടെ ലാസ്റ്റ് നെയിമായിട്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാനിവിടെ ഇത് എൻ്റെ ഫസ്റ്റ് നെയിമായും ഇത് മിഡിൽ നെയിമായും ഇത് ലാസ്റ്റ് നെയിമായും എൻ്റർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ മിഡിൽ നെയിമും ലാസ്റ്റ് നെയിമും എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നു. ലാസ്റ്റ് നെയിം എൻ്റർ ചെയ്തു. ഇനി ആ രണ്ടാമത് കണ്ട വാക്ക് നമ്മുടെ മിഡിൽ നെയിം ആയിരിക്കും, അതിനെ നമ്മൾ അങ്ങനെ എൻ്റർ ചെയ്യുന്നു. ഇനി ഫസ്റ്റ് നെയിമാണ് നമ്മുടെ പേര്, ആദ്യത്തെ വാക്കാണ് നമ്മുടെ പേര്, അത്രയും എൻ്റർ ചെയ്തു. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ആ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്തു. മെയിലാണോ ഫീമെയിലാണോ സെലക്ട് ചെയ്തു. അതിനുശേഷം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്, ഞാനിവിടെ റെസിഡൻ്റ് ആണ്, ഇന്ത്യൻ ആയതുകൊണ്ട് തന്നെ ഞാൻ റെസിഡൻറ്റ് സെലക്ട് ചെയ്യുന്നു. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് കഴിഞ്ഞു. ഇനി നമ്മുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ആണ്. നമുക്കിവിടെ 1-2 കാര്യങ്ങളാണ് കൊടുക്കാനുള്ളത്. ഒന്ന് നമ്മുടെ പ്രൈമറി മൊബൈൽ നമ്പർ കൊടുക്കണം, 2 നമ്മുടെ പ്രൈമറി ഇമെയിൽ ഐ ഡി കൊടുക്കണം. ഇത് രണ്ടും നമുക്ക് കൊടുക്കാം. ആദ്യം നമുക്ക് പ്രൈമറി മൊബൈൽ നമ്പർ കൊടുക്കാം. അത് നമ്മുടെ മൊബൈൽ നമ്പർ ആകാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ ആകാം. നമ്മുടെ ഓഫീസിൽ ഇത് നമുക്ക് ചെയ്തു തരുന്ന ചിലപ്പോഴൊക്കെ ചില പ്രൊഫഷണൽസ് ചെയ്യുമ്പോൾ അവരുടെ മൊബൈൽ നമ്പർ ആയിരിക്കും അവർ കൊടുക്കുന്നത്. അത് അങ്ങനെ ആകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പരമാവധി നമ്മുടെ മൊബൈൽ നമ്പർ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ഇൻകം ടാക്സ് പോർട്ടലിൽ വരുന്ന മൊബൈൽ നമ്പറിലേക്കായിരിക്കും നമ്മുടെ ITRമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസ് എല്ലാം വരുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ നമ്പർ അല്ല എങ്കിൽ നമ്മളൊരു പക്ഷേ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ മൊബൈൽ നമ്പറും നമ്മുടെ മെയിൽ ഐ ഡിയും തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിവിടെ ഈ എംപ്ലോയിയുടെ മൊബൈൽ നമ്പർ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ മെയിൽ ഐ ഡിയും കൊടുക്കുന്നു. മൊബൈൽ നമ്പർ കൊടുത്തു. അടുത്ത് ചോദിക്കുന്നു പ്രൈമറി മൊബൈൽ നമ്പർ ബിലോങ്സ് ടു, അത് സിസ്റ്ററുടെ ആണോ, ബ്രദറാണോ, ഫ്രണ്ടാണോ, സെൽഫാണോ, സണ്ണാണോ. സെൽഫാണെങ്കിൽ സെൽഫ് കൊടുക്കുക. അടുത്തത് പ്രൈമറി ഇമെയിൽ ഐ ഡിയാണ്. നമുക്കൊരു മെയിൽ ഐ ഡി ഉണ്ടാകും, ആ മെയിൽ ഐ ഡിയിലേക്കും ഒരു OTP വരും, അത് കൊടുക്കുക. പ്രൈമറി ഇമെയിൽ ഐ ഡി ബിലോങ്സ് ടു, നമുക്ക് സെൽഫാണെങ്കിൽ സെൽഫ് കൊടുക്കുക. അടുത്തത് ലാൻഡ് ലൈൻ നമ്പറാണ്. ലാൻഡ് ലൈൻ ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ കൊടുക്കണ്ട. ഇനി നമ്മുടെ പോസ്റ്റൽ അഡ്രസ്സാണ്. നമ്മുടെ രാജ്യം അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. അടുത്തത് നമ്മുടെ വീട്ട് അഡ്രസ്സ് കൊടുത്തു. പിൻകോഡ് കൊടുക്കുക. പിൻകോഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ കീബോർഡിലുള്ള നമ്പർ പാഡിൽ എൻ്റർ ചെയ്താൽ ചിലപ്പോൾ അത് കറക്റ്റായി വരില്ല. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും മുകളിലുള്ള 1 2 3 4 എന്നുള്ള ഡിജിറ്റ്സ് ഉണ്ടാവുമല്ലോ, അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. മറ്റത് ചിലപ്പോൾ നമ്പർ ലോക്കാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും, പക്ഷേ നമ്പർ ലോക്കല്ല. ഈ സൈറ്റിൽ നമ്മുടെ കീബോർഡിലുള്ള നമ്പർ പാഡിൽ നിന്നും ടൈപ്പ് ചെയ്യാൻ ചിലപ്പോൾ കിട്ടത്തില്ല. ഇനി പോസ്റ്റ് ഓഫീസാണ്. സെലക്ട് ചെയ്തു, ഏരിയ സെലക്ട് ചെയ്തു, ജില്ല ഓട്ടോമാറ്റിക്കായി ഇവിടെ വന്നു കഴിഞ്ഞു, സ്റ്റേറ്റും വന്നു. നമ്മളിവിടെ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു OTP നമ്മുടെ മൊബൈലിലേക്കും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയിലേക്കും വന്നിട്ടുണ്ട്. നമുക്കത് രണ്ടും നോക്കാം. മൊബൈലിൽ വന്ന OTP എൻ്റർ ചെയ്തു. ഇനി നമ്മൾ ഇമെയിലിൽ വന്നിട്ടുള്ള OTP എൻ്റർ ചെയ്യുകയാണ്. അത് മറ്റൊരു OTP ആണ്, അത് നമ്മൾ എൻ്റർ ചെയ്യുന്നു. 2 OTP നമ്മൾ എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ട്. നമ്മുടെ പാൻ നമ്പർ, നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ജെൻഡർ, റെസിഡൻ്റ് ആണ്, നമ്മൾ നൽകിയിട്ടുള്ള പ്രൈമറി മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, ഇതൊക്കെ നമുക്ക് പിന്നീട് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ മൊബൈൽ നമ്പർ പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കയറി നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ. മൊബൈലൊക്കെ എപ്പോഴും വേണമെങ്കിലും മാറാം. അപ്പോൾ അതുകൊണ്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെയാണ് നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുക,
നമ്മളൊരു ക്രൈറ്റീരിയ ഉണ്ട് എങ്ങനെയാണ് പാസ്വേഡ് എന്നുള്ളത്. ആ പാസ്വേഡ് ക്രൈറ്റീരിയ വെച്ചിട്ട് വേണം നമ്മളത് എൻ്റർ ചെയ്യാനുള്ളത്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിനകത്ത് 8 മുതൽ 14 വരെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പർ കേസും ലോവർ കേസും ഉണ്ടായിരിക്കണം. ഒരു നമ്പർ ഉണ്ടാകണം. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാകണം. ഞാനിവിടെ ഈ രീതിയിൽ 8നും 14നും ഇടയ്ക്ക് ക്യാരക്ടേഴ്സ് ഉള്ള ഒരു പാസ്വേഡ് ഉണ്ടാക്കുകയാണ്. അതിലൊരു അപ്പർ കേസ് 1, 2 ഒക്കെ ആകാം. അപ്പർ കേസ് ഉണ്ടാകണം, ലോവർ കേസ് ഉണ്ടാകണം. മിനിമം ഒരു നമ്പർ ഉണ്ടാകണം, മിനിമം ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാകണം. ആ രീതിയിലൊരെണ്ണം ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതെനിക്ക് ഒന്നുകൂടി കൺഫേം ചെയ്യണം. സെയിം ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ആദ്യത്തെ പാസ്വേഡ് എൻ്റർ ചെയ്തു. ഇനി ഞാനതിനെ കൺഫേം ചെയ്യുകയാണ്. ഇനി നമുക്കൊരു പേഴ്സണലൈസ്ഡ് മെസ്സേജ് വേണം. നമുക്ക് എന്തെങ്കിലും ഒരു പേഴ്സണലൈസ്ഡ് മെസ്സേജ് നമുക്ക് മാത്രം അറിയാവുന്നത്. നമുക്ക് ചില എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഐ ലവ് മൈ ഫാമിലി, മൈ പെറ്റ് നെയിം ഈസ് ടോമി, ബാംഗ്ലൂർ ഈസ് മൈ ബർത്ത് പ്ലേസ്. ആ രീതിയിൽ കൊടുക്കാം. ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് വേറൊന്നാണ്. അപ്പോൾ ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ്. ഇത് എൻ്റർ ചെയ്തു. അതിനുശേഷം രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. യുവർ ഇ ഫയലിംഗ് പോർട്ടൽ യൂസർ ID ഈസ് സോ ആൻഡ് സോ. എ കൺഫർമേഷൻ ഇമെയിൽ ഈസ് സെൻഡ് ടു ആ മെയിൽ IDയിലേക്കും അതുപോലെ തന്നെ ഈ മൊബൈൽ നമ്പറിലേക്കും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം എന്നാണ് പറയുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ, നമ്മുടെ യൂസർ ID എന്ന് പറയുന്നത് നമ്മുടെ പാൻ നമ്പർ തന്നെയാണ്. നമ്മുടെ പാസ്വേഡ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രൊസീഡ് ടു ലോഗിൻ ചെയ്ത് നോക്കാം. നമ്മുടെ പാൻ നമ്പർ എൻ്റർ ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു, പ്ലീസ് കൺഫേം, പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് മറന്നു പോകരുത്. ആ പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. അതിനകത്ത് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഒക്കെ ഉണ്ടാകും. അത് ഓരോന്നും മാറിപ്പോകാതെ സൂക്ഷിക്കുക. അതൊന്ന് എഴുതി വെച്ചിരിക്കുന്നത് നന്നായിരിക്കും. ഞാനത് എൻ്റർ ചെയ്തു, കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇതാ വീണ്ടും വെൽക്കം ബാക്ക്. നമുക്കിവിടെ നമ്മുടെ ഈ ഫയലിങ് എല്ലാ കാര്യങ്ങളും നമുക്കിനി ചെയ്യാൻ കഴിയും. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ രജിസ്റ്റർ ചെയ്തവർക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോ നോക്കി എന്ത് ചെയ്യാൻ കഴിയും? സ്വന്തമായി തന്നെ റിട്ടേൺ ഫയൽ ചെയ്യാൻ കഴിയും. അപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് ആവശ്യമായ ഏറ്റവും അത്യാവശ്യമായ ആദ്യ ഘടകം എന്ന് പറയുന്നത് രജിസ്ട്രേഷനാണ്. ആ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത്. ഈ വീഡിയോ കുറച്ച് ലാഗ് ചെയ്തിട്ടുണ്ടാകാം. കാരണം ഇത് പലരും പുതിയ ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ട് ഒരല്പം വിസ്തരിച്ചത് പറയേണ്ടി വന്നത്. മറ്റുള്ളവർക്ക് ബോറടിച്ചെങ്കിൽ ക്ഷമിക്കുക. എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. വർക്കിംഗ് ക്ലാസ്സിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വർധനവ് വർക്കിംഗ് ക്ലാസ്സിൻ്റെ ഒരു നല്ല പ്രോത്സാഹനമായിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ, ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടി അറിയിക്കുകയാണ്. ഈ ഒരു വിവരം അറിഞ്ഞുകൂടാത്ത പലരും ഉണ്ടാകും. അവർക്ക് കൂടി ഇത് മനസ്സിലാകട്ടെ. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക് യു.